ഇല്ല എല്ലൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങി ചെളിയിലൊക്കെ ഒന്ന് കൊയ്യുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വന്നിട്ട് 2-3 ദിവസം ഇതുവരെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കൂടെ നോക്കാം, ആ തോട്ടിൽ ഒഴുകുന്ന വെള്ളത്തിനകത്ത് മീനുണ്ട്. ഒരു മാലിന്യം, ഒരു രാസമാലിന്യമുള്ളതാണെങ്കിൽ മീനെല്ലാം ചത്തു. കരിമ്പും ഉണ്ടാവില്ല, നെല്ലും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഈ വെള്ളത്തിൽ കൈയും കാലും കഴുകാനും പറ്റില്ല. ഈ വെള്ളത്തിൽ തന്നെയാണ് ഞങ്ങൾ കൈയും കാലും കഴുകുന്നത്. ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ, ഞങ്ങൾക്ക് ഒരു ജീവിത പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കിലെടുക്കും. കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു കുടുംബവും പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായില്ല. മാലിന്യം എന്ന് പറയുന്നത് ചുമ്മാ പോലെ കരക്കമ്പി വർദ്ധനതാ. 10-20,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനി പോലിക്കാമില്ലേ. ഇവിടെ PT തോമസ് പല വേദികളിലാണ് തുടർച്ചയായിട്ട് ഞങ്ങളെ പറ്റിയുള്ള അപവാദങ്ങൾ പറഞ്ഞു വരും. കിറ്റെക്സ് കമ്പനി നേതൃത്വം നൽകുന്ന 2020 എന്ന പ്രസ്ഥാനത്തിനെതിരെ ഇവിടെ വലിയ രാഷ്ട്രീയ യുദ്ധമാണ് നടക്കുന്നത്. 2020-ക്കെതിരെ ഈ രാഷ്ട്രീയ ആയുധം പയറ്റുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്, കോൺഗ്രസ്സുകാരുമുണ്ട്. കോൺഗ്രസ് MLA കൂടിയായിട്ടുള്ള PT തോമസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വെല്ലുവിളിയുമായിട്ടെത്തിയത് കിറ്റെക്സ് കമ്പനി വ്യാപകമായി മാലിന്യങ്ങൾ കടമ്പ്രയാറ്റിൽ തള്ളുന്നു എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നുള്ളത് സാബു M ജേക്കബ് പ്രതികരിക്കുകയും ചെയ്തു. ഇന്ന് ലോഗിൻ കേരള പരിശോധിക്കുകയാണ് കിറ്റെക്സിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച്. വർഷങ്ങളായി കിറ്റെക്സ് എന്ന കമ്പനി കിഴക്കമ്പലം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 15,000-ലധികം ആളുകൾക്കാണ് ഈ കിറ്റെക്സ് കമ്പനി ജോലി കൊടുക്കുന്നത്. കേരളത്തിലെ ഒരു വലിയ തൊഴിൽ പ്രസ്ഥാനമായിട്ടുള്ള കിറ്റെക്സ് പോലെയുള്ള കമ്പനിക്കെതിരെയാണ് പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായ ആയുധം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുപ്രചരണങ്ങളും അഴിമതിയുമൊക്കെ ഉള്ള കാര്യങ്ങളുമായി രംഗത്തെത്തുന്നത്. ഇതിനെയെല്ലാം വളരെ കൃത്യമായി തന്നെ കിറ്റെക്സ് MD ചെറുക്കുകയും ചെയ്യുന്നു. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പത്രസമ്മേളനം വരെ വിളിച്ചത്. സാബു M ജേക്കബിൻ്റെ വെല്ലുവിളിയിൽ PT തോമസിന് മുട്ടുമടക്കേണ്ടി വരുന്ന കാഴ്ചയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് കടമ്പ്രയാറ്റിലേക്ക് കിറ്റെക്സ് കമ്പനിയിൽ നിന്നുള്ള ഡൈയിങ് അല്ലെങ്കിൽ ക്ലീനിങ്ങിൻ്റെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നുണ്ടോ, രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചും കൃത്യമായ റിപ്പോർട്ടുകൾ കമ്പനി തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതും നമുക്ക് പരിശോധിക്കാം. ഇവിടെ PT തോമസ് പല വേദികളിലാണ് തുടർച്ചയായിട്ട് ഞങ്ങളെ പറ്റിയുള്ള അപവാദങ്ങൾ പറഞ്ഞു വരും. ഞങ്ങൾ 26 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണത്. 11,000 ജോലിക്കാരുണ്ട്. അദ്ദേഹത്തിന് ഈ അടുത്തിടയ്ക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര ഞങ്ങൾ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനെ തുടർന്നുള്ള വിരോധമായിരിക്കാം കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുവരെ, കാരണം ഈ കടമ്പ്രയാറിനെ പറ്റിയുള്ള ആക്ഷേപം, അതായത് കടമ്പ്രയാറിൽ മാലിന്യം ഒഴുക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ മാലിന്യമുണ്ട് വൻതോതിൽ എന്നുള്ള ആക്ഷേപം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കേസുകൾ കോടതികളിൽ, ഗവൺമെൻറ് അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഈ റിപ്പോർട്ടുകളിലോ കോടതികളിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളിലോ ഒരാൾ പോലും ഇന്ന് വരെ ഞങ്ങളാണ് അവിടെ, കിറ്റെക്സാണ് കടമ്പ്രയാറ് മലിനമാക്കുന്നത് എന്നുള്ള ഒരു വരി പോലുമില്ല. ഇതാദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ആരോപിക്കുന്നതും അതിൻ്റെ പുറത്ത് കുറേ രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടി അതിനുള്ള എതിരെയുള്ള പ്രചരണങ്ങൾ തുടങ്ങി. പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ ഈ യൂണിറ്റിൽ നിന്ന് ഒഴുകുന്ന മലിനജലമെല്ലാം ഒരു ചെറിയ ചാല് വഴി, ഏകദേശം ഈ കാണുന്ന നമ്മുടെ ഈ ഫ്രെയിമിൽ ഒന്ന് കാണിച്ചാൽ നന്നായിരിക്കും, ഈ ചാല് വഴി ഒഴുകി അങ്ങനെ പുഴയിലേക്ക് പോകുകയാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഉന്നയിച്ചത്. പക്ഷേ ഈ ജലം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇത് ഒരു തരത്തിലും മലിനീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു പ്ലാസ്റ്റിക് മാലിന്യമോ മറ്റ് രാസപദാർത്ഥങ്ങളോ ഒന്നും തന്നെ ഈ ജലത്തിൽ കാണാൻ സാധിക്കുന്നില്ല. തെളിഞ്ഞൊഴുകുന്ന ശുദ്ധമായ തെളിവെള്ളം തന്നെയാണ് ഇതിലേക്കൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് കൃത്യമായ വസ്തുത തന്നെയാണ്. എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില വാർത്ത വളച്ചുടലുകളാണ് ചില മാധ്യമങ്ങളടക്കം ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും വേണമെങ്കിൽ കൈകൊണ്ടെടുത്ത് പരിശോധിക്കാവുന്നത്ര തെളിഞ്ഞ വെള്ളം തന്നെയാണ് ഇവിടെ നിന്ന് ഒഴുകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് നമ്മൾ രാസപരിശോധനയും നടത്താം. അങ്ങനെ ഇതിൻ്റെ കൃത്യമായ ഒരു കാര്യം തെളിയിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെ നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് കൃത്യമായ റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടുവരാനും സാധിക്കും.
കിറ്റക്സ് കമ്പനിയുമായിട്ട് കിറ്റക്സ് ഗാർമെൻറ്റിൻ്റെ യൂണിറ്റുമായിട്ട് ചേർന്ന് കിടക്കുന്ന വളരെ വിശാലമായ ഒരു പാടമാണ്, നെൽപ്പാടമാണ്. ഏക്കർ കണക്കിന് ഈ പാടം കിറ്റക്സിന് 2020 നേതൃത്വത്തിലാണ് ഇവിടെ വിതയ്ക്കുന്നതും കൊയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൊയ്ത്ത് നടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒഴുകി വരുന്ന ചാലിൽ നിന്നുള്ള വെള്ളമൊക്കെ തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നതും. ഇത് രാസമാലിന്യം കലർന്ന വെള്ളമായിരുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇത്തരത്തിൽ വലിയ കൃഷി നടക്കില്ല. കൃഷി മുരടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നേനെ, നെല്ല് മുരടിച്ചു പോകേണ്ട അവസ്ഥയൊക്കെ വന്നേനെ. രാസപദാർത്ഥം കലർന്ന ഒരു ജലാശയത്തിലൊക്കെ ആയിരുന്നെങ്കിൽ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു നെൽകൃഷി വരാനുള്ള വലിയ സാധ്യതകൾ കുറവായിരിക്കും. എന്തായാലും ഇവിടെ കൊയ്യുന്നുണ്ട് കുറേ ചേച്ചിമാർ, നമുക്ക് ചോദിക്കാം. ചേച്ചി, ഈ ഇവിടെ നിങ്ങളാണോ എപ്പോഴും കൊയ്യുന്ന, നിങ്ങളുടെ ടീമൊക്കെ തന്നെയാണോ? അതെ അല്ലേ. ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഇതിന്ന് ജോലി ചെയ്യുമ്പോൾ കാലിന് ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഈ രാസപദാർത്ഥം ഉണ്ടെന്നൊക്കെ ഇവിടുത്തെ MLA ഒക്കെ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസം ഇതുവരെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളം എങ്ങനെയുണ്ട് ഇവിടുത്തെ? വെള്ളം നല്ല വെള്ളമുള്ള. ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ചേച്ചി തോന്നിയിട്ടില്ല. എത്ര വർഷം കൊണ്ട് ഇവിടെ കൊയ്യുന്നുണ്ട്? കഴിഞ്ഞ വർഷം തൊട്ടൊക്കെ വരുന്നുണ്ട്. ഉണ്ട്. ഇവിടുത്തെ ഈ ചാലി, ഈ ഒഴുകി വരുന്ന വെള്ളം തന്നെയാണ് ഇവിടുത്തെ പ്രധാന കൃഷിക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? എല്ലാ സമയങ്ങളിലും ഈ ചാലിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിനകത്തേ അങ്ങനെ വലിയ രാസമാലിന്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ നെല്ലൊക്കെ ഇങ്ങനെ വരൂ? നെല്ലൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങി ചെളിയിലേക്ക് ഒന്ന് കൊയ്യുവാണെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ പിറ്റേ ദിവസം വരില്ലല്ലോ. നിങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല? പ്രശ്നമില്ല. രാസം അങ്ങനത്തുള്ള മാലിന്യങ്ങളൊന്നും, ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും. വേസ്റ്റുകൾ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് വിശ്വസിക്കുന്നു? ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഞങ്ങളുടെ അനുഭവം വേണ്ടേ മോനെ പറയാൻ. എവിടുന്ന് എത്ര കൊയ്യൽ നടക്കുന്നത്? എത്ര നെല്ലൊക്കെ കൊയ്യും നിങ്ങൾ? ഞങ്ങളിപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊരു 2-3 കണ്ടമൊക്കെ കൊയ്യുണ്ട്. 2020 തന്നെ? അത് തന്നെ അല്ലേ? ഓ ശരി. അപ്പം ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കൃഷിയൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ, ഞങ്ങൾക്ക് ഒരു ജീവിത പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ ഇതിന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക്. കാരണം ഈ വെള്ളത്തിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നോക്കാം, ആ തോട്ടിൽ ഒഴുകുന്ന വെള്ളത്തിലൊക്കെ മീനുണ്ട്. ഒരു മാലിന്യം, ഒരു രാസമാലിന്യമുള്ളതാണെങ്കിൽ മീനെല്ലാം ചത്തുപോകും. പിന്നെ അതുപോലെ നമ്മൾക്ക് ഈ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും പ്രകൃതിയാണുള്ളത്. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു അലർജി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ ഇപ്പോൾ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവരല്ല ഈ വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ വരില്ല. ചേട്ടന് എന്താ തോന്നുന്നുണ്ട് ഈ തോട് കണ്ടിട്ട്? ഇതുവരെ അങ്ങനെ രാസമാലിന്യം ഇല്ല, രാസമാലിന്യം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. പ്ലാസ്റ്റിക് മാലിന്യം, കക്കൂസ് മാലിന്യം അതൊന്നുമില്ല. അതൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് പ്രതികരിക്കും ഇത്, പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ കാലം കൂടെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലിപ്പോൾ കേരള സംസ്ഥാനത്തിൽ നിന്നും ഈ കിഴക്കമ്പലം പഞ്ചായത്തിലെ എല്ലാ സാധനങ്ങളും പകുതി വിലയിലും താഴ്ത്തി ഈ കൊറോണ കാലത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പരിധിവരെ പറഞ്ഞപ്പോൾ ഈ ബാക്കി അല്ലാത്ത പഞ്ചായത്തുകളിൽ ചെയ്യാത്തതിൻ്റെയും പിന്നെ ബാക്കി ഇപ്പോൾ പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ MLA ഇപ്പോൾ പറഞ്ഞെങ്കിൽ തന്നെ അവർക്കും കാരണം അവർക്ക് ഇത് ഇത്രയും കൊണ്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതിനെ വലിയ വേറെ റേച്ചുകൊണ്ട് അങ്ങനെയൊന്നും ഓരോ പ്രശ്നങ്ങളിലാക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കാമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചത് അനുഗ്രഹമായിട്ട് അങ്ങനെ. കാരണം ഈ കൊറോണ കാലത്ത് നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു കുടുംബവും പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല. ശരിയായ സത്യം തന്നെയാണ്, അല്ലാതെ വെറുതെ ഒരാളെ കൊണ്ട് വാക്ക് പറഞ്ഞു പറയിപ്പിക്കുന്ന കാര്യമില്ല. കിറ്റക്സ് ഗാർമെൻറ്റിൻ്റെ യൂണിറ്റിനടുത്തു നിന്ന് വരുന്ന ഈ തോട് ഇങ്ങനെ ഒഴുകി ചെറിയ കൈവഴിയായിട്ടൊക്കെ പോയി മറ്റു വലിയ തോടിൽ ചെന്ന് എന്നിട്ടാണ് കടമ്പ്രയാറിലേക്ക് ചെല്ലുന്നത്. കടമ്പ്രയാറും കിറ്റക്സ് കമ്പനിയും തമ്മിലുള്ള ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരമെങ്കിലും കാണും. അപ്പോൾ ഇത്ര ദൂരത്തിൽ നിന്ന്, കിറ്റക്സിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറമാണ് ഈ കടമ്പ്രയാറുള്ളത്. അത്രയും ദൂരം വരെ ഈ മാലിന്യം ഇവിടുന്ന് തള്ളുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് പറയുന്നത്. സാബു MJ ഉന്നയിച്ച 5 ആരോപണങ്ങളുണ്ടായിരുന്നു. 5 ആരോപണങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാൻ ബഹുമാനപ്പെട്ട ഇവിടുത്തെ MLAക്ക് കഴിഞ്ഞതുമില്ല. അത് തന്നെ പരാജയമായിരുന്നു. ഇല്ല, ഞങ്ങളിപ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ കൂടിയല്ലല്ലോ നിയമപരമായിട്ടുള്ള പ്രോസസ്സ് നടക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വക്കീൽ അതിനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 15 ദിവസമാണ് സമയം. ആ 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹം മറുപടി തരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇവിടെ കിറ്റക്സിനോട് ചേർന്നുള്ള 18 ഏക്കർ വസ്തു ഇവിടെ കിടപ്പുണ്ട്. ഇത് വെറും നിലമായിരുന്നത് ഇവിടെ പൊന്നു വിളയുന്ന കൃഷി നിലമാക്കി മാറ്റിയിട്ടുണ്ട്. 10 ഏക്കറിൽ നെൽകൃഷിയും 8 ഏക്കറിൽ ഏകദേശം 8 ഏക്കറോളം കരിമ്പ് കൃഷിയുമാണ് ഇവിടെ 2020 കർഷകർ ഇവിടെ കൃഷി ചെയ്ത് പൊന്നു വിളയിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. ഈ 1 വർഷം കൊണ്ട് ആദ്യമേ നെൽകൃഷി തുടങ്ങി, അത് കഴിഞ്ഞ് കരിമ്പിൻ്റെ പരിപാടി തുടങ്ങി. ഇപ്പോൾ ഇങ്ങനെ രാസമാലിന്യമൊക്കെ ഉണ്ടെന്ന് ഇവിടെ വലിയ ആരോപണം വരുന്നുണ്ട്. ഈ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ കരിമ്പ് ഇവിടെ പൂക്കുമോ? നെല്ല് ഇവിടെ? കരിമ്പും ഉണ്ടാവില്ല, നെല്ലും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഈ വെള്ളത്തിൽ കയ്യും കാലും കഴുകാനും പറ്റില്ല.
പറ്റത്തില്ല. ഈ വെള്ളത്തിൽ തന്നെയാണ് ഞങ്ങൾ കൈയും കാലം കഴിയുക. ആണ്. ആ, അപ്പോൾ ഈ മാലിന്യം ഉണ്ടാകുന്ന ഒരു മാലിന്യം എന്ന് പറയുന്നത് ഇപ്പം ചുമ്മാ പോരെ കരക്കമ്പി വരുത്തണതാ. ഈ കമ്പനി ഇവിടെ പൂട്ടിക്കണം. 10,000-20,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയ. അതാണല്ലേ. അതാണ് ഈ പുറമെ നിന്ന് ആൾക്കാർ ഓരോന്ന് കുത്തിപ്പോക്കുന്നത്. കിഴക്കമ്പലത്ത് നിന്ന് കടമ്പ്രയാറിലേക്ക് ഏകദേശം ഒരു 7-8 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അവിടെ നിന്നുള്ള രാസമാലിന്യങ്ങൾ ഒഴുകി എത്തിയാൽ ഇവിടെ എത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഇന്ന് കടമ്പ്രയാറ്റിലാണ് ലോഗിൻ കേരള ഉള്ളത്. നമ്മൾ ഈ വെള്ളം ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ടെസ്റ്റിങ് ഒരു സാമ്പിളിനായിട്ട് കുറച്ച് വെള്ളം എടുക്കുകയാണ്. ഈ തോട്ടിൽ നിന്ന് തന്നെയുള്ള കുറച്ച് വെള്ളം നമ്മൾ സാമ്പിൾ ശേഖരിക്കുന്നു. PT തോമസ് പറഞ്ഞിരുന്നത് കടമ്പ്രയാറിൽ കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ രാസമാലിന്യം ഒഴുകുന്നു എന്നുള്ളതായിരുന്നു. ബ്ലീച്ചിങ് ആൻഡ് ക്ലീനിങ് യൂണിറ്റിൽ നിന്നുള്ള രാസമാലിന്യമാണ് വൻതോതിൽ കടമ്പ്രയാറ്റിലേക്ക് ഒഴുക്കി വിടുന്നത് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥയാണ് ഇന്ന് ലോഗിൻ കേരള പരിശോധിക്കുന്നത്. ഇതിൻ്റെ കടമ്പ്രയാറ്റിലെ വെള്ളത്തിൻ്റെ സാമ്പിൾ കൂടി നമ്മൾ എടുക്കുന്നുണ്ട്.